ഈ റിനൗൺസിയേഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി ആൾക്കാരുടെ മൈൻഡ് സെറ്റിലേക്ക് ഇങ്ങനെ വരികയാണ്. അതായത് നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷനിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ലൈഫ് റിനൗൺസ് ചെയ്താലേ മാത്രമേ നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ എന്തെങ്കിലും സ്പിരിച്വൽ ലൈഫിൽ സക്സീഡ് ആകൂ എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാരിൽ ഉടനീളമുണ്ട്. പൊതുവെ അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെയാണെന്ന് പറയാം. അതായത് ഒരുപാട് ധ്യാനത്തിലേക്കും ഒരുപാട് ഇതിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ അങ്ങനെയുണ്ട്. അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് മണി, എഗെയിൻസ്റ്റ് വെൽത്ത് ആണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ ഈ ബുദ്ധൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിന് കൊണ്ടുള്ളൊരു പ്രോബ്ലം അതാണ്. അങ്ങനെ ഒരാളൊരു സക്സസ്ഫുൾ സ്പിരിച്വൽ മാസ്റ്റർ അങ്ങനെ ഒരു വെൽത്ത് എല്ലാം റിനൗൺസ് ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാരുടെ ഓൾറെഡി ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതായത് സ്പിരിച്വാലിറ്റി ഈസ് എഗെയിൻസ്റ്റ് വെൽത്ത് ആൻഡ് മണി എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാരിലുണ്ട്. അത് ബുദ്ധനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് കൊണ്ടാണ്